ഒരു സുഹൃത്തിന് എനിക്ക് ആവശ്യമുണ്ട്. ബോയ്സിൻ്റെ ഭാഗത്തിടയിൽ നിന്നും മുതിർന്നവരോ ആരെങ്കിലും ഒരേ ഒരാൾ മാത്രം വേദിയിലോട്ട് വളരെ പെട്ടെന്ന് കയറി വരണം. ആരെങ്കിലും ഒരാൾ ശരി, നല്ല പവർഫുൾ ആയിട്ടുള്ള ആരുമില്ല. ഇതാണ് പറ്റാത്തത്. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി എന്നെ വിളിക്കരുത് എന്നുള്ള രീതിയിൽ. എന്താണ് ചേട്ടൻ്റെ പേരെന്താണ്? പേര് ഷാജു. ഷാജു, ഓക്കെ. ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് ഇതാ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വേദിയിലോട്ട് എനിക്ക് വരാം. നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്ത് ചെയ്യുന്നു? ഞാനൊരു കമ്പനി നടന്നു. കമ്പനി വർക്ക് ചെയ്യാണ്. ഓക്കെ. ഞാൻ ഈ അത്ഭുതത്തിൻ്റെ ലോകത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഒരു കാലഘട്ടത്തിന് മുൻപ് പവർ കട്ട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന കണക്ക് ഉള്ള സംഭവമല്ല. കൃത്യമായൊരു സമയമുണ്ട് എല്ലാ ദിവസവും കറണ്ട് പോകുന്ന. കറണ്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ 3 പേരാണ് എൻ്റെ അമ്മയ്ക്ക്. ഓക്കെ. അപ്പം ഞങ്ങൾ 3 പേരെയും കൂടെ ഇങ്ങനെ ചേർത്ത് അടുത്ത് പിടിച്ച് കിടത്തിയതിന് ശേഷം മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലായിരിക്കും അടുത്ത് പിടിച്ച് കിടന്നതിന് ശേഷം പറഞ്ഞു തരുന്ന കുറേ കഥകളുണ്ട്. ആ കഥകളാണ് ഇന്നതാ എന്നെ ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചത്. സോ എൻ്റെ മുന്നിലിരിക്കുന്ന അച്ഛനും അമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കൂടുതൽ സമയവും നിങ്ങളുടെ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ വിഷയം ഇതല്ല. അത്ഭുതത്തിൻ്റെ ലോകത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട വാക്ക്, നിനക്ക് വരെ പണിയില്ലേ, പോയിരുന്ന മര്യാദയ്ക്ക് പഠിച്ചിട്ട് ഏതെങ്കിലും നല്ലൊരു ജോലി വാങ്ങിച്ചുകൂടെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമാണ്, നോ 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 നോ, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, വേറെ പണി നോക്ക്. ഇത്ര മാത്രമാണ് ചേട്ടനോട് ഞാൻ പറയുന്ന കാര്യം. ഇത്ര മാത്രമാണ്. എന്നെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ് അല്ലേ? വളരെ പവർഫുൾ ആയിട്ടൊരു പേഴ്സണാണ്. ചേട്ടൻ ചെയ്യേണ്ടത് കൈ ഇതേപോലെ മുഷ്ടി ചുരുട്ടി ഫ്രണ്ടിലേക്ക് ഒന്ന് പിടിക്കുക. ഓഡിയൻസ് ശ്രദ്ധിക്കുക. ഇതേപോലെ മുഷ്ടി ചുരുട്ടി ഒന്ന് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഞാൻ പറയുന്ന കാര്യം, ചേട്ടനാണ് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ. ജസ്റ്റ് ഇമാജിൻ. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും ഞാൻ എത്ര ബലം കൊടുത്താലും കൈ താഴോട്ട് പോകാനായിട്ട് സമ്മതിക്കണം. നന്നായിട്ട് ഒപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ. ചേട്ടനെ കാട്ടി പവർ എനിക്ക് കുറവാണ്. സോ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്നെ ഒപ്പോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ. അപ്പോൾ നല്ല വൃത്തിക്ക് പവർ കൊടുത്തു ഞാൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പോൾ ഞാൻ തൂങ്ങിക്കിടക്കുന്ന കണക്കായി പോയി. കാര്യം ഇതല്ല കേട്ടോ ചേട്ടാ. അതേ ബലം തന്നെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ കൊടുക്കുക. പക്ഷേ ചേട്ടനോട് പറയുന്നൊരു കാര്യം, ചേട്ടൻ എത്ര ബലം പിടിച്ചാലും എന്നെ തോൽപ്പിക്കാൻ ചേട്ടനെ കൊണ്ട് പറ്റത്തില്ല. ഓഡിയൻസ് കണ്ടതാണ്, ചേട്ടനും കണ്ടതാണ് ഞാൻ തൂങ്ങിക്കിടക്കുന്നത്. സോ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ചേട്ടൻ എത്ര ബലം പിടിച്ചാലും ചേട്ടനെ ജയിക്കാൻ പറ്റത്തില്ല. ഒറ്റ വാക്ക്, ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നമ്മളെക്കൊണ്ട് കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾക്ക് ഇടയിൽ നമ്മളെക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് കാണണം, നമ്മൾ ഉയരത്തിലെത്തണം എന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റും ഒരുപാടുള്ളത്. സോ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങളുടെ സ്വപ്നം എന്താണോ, അതൊരു എയിമാക്കി തീർച്ചയായിട്ടും അതൊരു ഗോൾ, ഒരു സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ പോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ആഗ്രഹം സത്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം കാണും അത് നേടിയെടുക്കാനെന്ന്. തീർച്ചയായിട്ടും ലക്ഷ്യം എന്താണോ അതിന് പിന്നാലെ പോവുക. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു വെരി മച്ച്. ബിഫോർ ചേട്ടൻ പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ചേട്ടനോട് ടാസ്ക് ചെയ്യുകയാണ്. ഈ കൂട്ടുകാർക്കിടയിൽ നിന്നും ഏതെങ്കിലും ഒരു കൊച്ചു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ആരെങ്കിലും ഒരാളെ ചേട്ടൻ തന്നെ സെലക്ട് ചെയ്ത് തരിക. ഓക്കെ. പെട്ടെന്ന് വേണം. മോനെ ഒരു നിമിഷം മോനെ, ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. അവർക്കൊരു 5 മിനിറ്റ് അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. നിറഞ്ഞ കൈയടിയോട് കൂടി അവരെ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് തൊട്ട് പുറകെ ഞാൻ വരുന്നതായിരിക്കും.